ജഡ്ജിയെ വിമർശിച്ച ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിനെതിരെ വീണ്ടും സ്വമേധയാ അച്ചടക്ക നടപടിയുമായി കേരള ബാർ കൗൺസിൽ. ജസ്റ്റിസ് ടി.ആർ. രവിയെ വിമർശിച്ച് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ യശ്വന്ത് ഷേണായ്ക്കെതിരെയാണ് നടപടി. ഹർജി തള്ളിയ വിധി ജഡ്ജിയുടെ ഗുരുദക്ഷിണയായി അഭിഭാഷക സമൂഹം പരിഗണിക്കരുതെന്നായിരുന്നു FB പോസ്റ്റ്. എന്ത് നടപടി വേണമെന്നതിൽ ഉടൻ തീരുമാനമെടുക്കും. മുജതബയുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. മുജതബ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? ജസ്റ്റിസ് മേരി ജോസഫിനെതിരെ കോടതിയിൽ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ നടത്തുന്നതും അല്ലെങ്കിൽ കോടതിയുടെ അന്തസ്സത്തയെ ബാധിക്കുന്ന രൂപത്തിൽ ചില പെരുമാറ്റങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ബാർ കൗൺസിൽ നേരത്തെ തന്നെ യശ്വന്ത് ഷേണായ്ക്കെതിരെ ചില നടപടികൾ തുടർന്നിരുന്നു. അതിനെതിരെ യശ്വന്ത് ഷേണായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ സമീപിക്കുകയും ചെയ്തു. ആ ഹർജി തള്ളിയിരുന്നു ഇന്നലെ. സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവത്തിൽ പറഞ്ഞത് ബാർ കൗൺസിലിന്റെ നടപടി തുടരാം, അച്ചടക്ക നടപടി തുടരാം എന്നായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യശ്വന്ത് ഷേണായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അച്ചടക്ക നടപടി തുടരാമെന്ന വിധി ജഡ്ജിയുടെ ഗുരുദക്ഷിണയായി അഭിഭാഷക സമൂഹം പരിഗണിക്കരുത്. ഒപ്പം തന്നെ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടത്തിന്റെ ജൂനിയർ അഭിഭാഷകരായിരുന്നു ഈ വിധി പറഞ്ഞ ജഡ്ജിയും അദ്ദേഹത്തിന്റെ മകനും എന്ന് തനിക്കറിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പോസ്റ്റിലുള്ളത്. ഇത് തികച്ചും ആകസ്മികമാണ് എന്നുമാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. പക്ഷേ അതിനെതിരെ ഇപ്പോൾ വീണ്ടും ഈ ബാർ കൗൺസിൽ അദ്ദേഹത്തിനെതിരെ സ്വമേധയാ നടപടി തുടങ്ങുകയാണ്. ഇന്ന് ചേർന്ന ബാർ കൗൺസിൽ യോഗത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ ജസ്റ്റിസ് ടി.ആർ. രവിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ യശ്വന്ത് ഷേണായ്ക്കെതിരെ നടപടി തുടരാമെന്ന് ഈ ബാർ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഒരുപക്ഷെ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുകയും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ അച്ചടക്ക സമിതിയിലേക്ക് ഈ കാര്യം വിടുകയും തുടർ നടപടികൾ സ്വീകരിക്കാമൊക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇതിന്റെ പശ്ചാത്തലമായി നമ്മൾ കാണേണ്ടത് ജോർജ് പൂന്തോട്ടത്തെ കഴിഞ്ഞ തവണ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദു ചെയ്യുകയും അതിനെതിരെ വളരെ രൂക്ഷമായി ഈ അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അഡ്വക്കേറ്റ് ഷേണായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതാണ് ആ പോസ്റ്റിൽ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടത്തിന്റെ ജൂനിയർ അഭിഭാഷകരായിരുന്നു വിധി പറഞ്ഞ ജഡ്ജിയും അദ്ദേഹത്തിന്റെ മകനും എന്ന് തനിക്കറിയില്ലായിരുന്നു. ഇത് തികച്ചും ആകസ്മികമാണെന്ന വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത്. അതായത് അച്ചടക്ക നടപടി തുടരാമെന്ന വിധി ജഡ്ജിയുടെ ഗുരുദക്ഷിണയായി അഭിഭാഷക സമൂഹം പരിഗണിക്കരുതെന്ന് ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും ആ രണ്ട് വിഷയങ്ങൾ കൂടി ചേർത്ത് വായിച്ചാലാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്സ് നമുക്ക് വ്യക്തമാവുക. അജി.